നൂറ്റാണ്ടിന്റെ ചരിത്രം പറയുന്ന നിലമ്പൂർ തേക്ക് തടികൾ ലേലത്തിനൊരുക്കി വനം വകുപ്പ്. നിലമ്പൂർ അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയിലാണ് കോടികൾ വരുമാനം പ്രതീക്ഷിക്കുന്ന തേക്ക് തടികൾ ലേലത്തിനൊരുക്കിയിരിക്കുന്നത്. ജനുവരി 30-നും ഫെബ്രുവരി 3-നും നടക്കുന്ന ഈ ലേലങ്ങളിലാണ് തേക്ക് തടികൾ വിറ്റഴിക്കുക. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് 1930-ൽ വഴിക്കടവ് റേഞ്ചിലെ നെല്ലിക്കത്തിലാണ് തേക്ക് പ്ലാന്റേഷൻ ഒരുക്കിയത്. മലയാളിയായിരുന്ന ഫോറസ്റ്റ് കൺസർവേറ്റർ ചാത്തുമേനോന്റെ നേതൃത്വത്തിലാണ് തോട്ടം വെച്ചുപിടിപ്പിച്ചത്. സ്വർണ്ണ നിറമുള്ള നിലമ്പൂർ തേക്ക് കപ്പൽ നിർമ്മാണത്തിനാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയിരുന്നത്. 318 ഘനമീറ്റർ തേക്ക് തടികളാണ് അരുവാക്കോട് ഡിപ്പോയിൽ എത്തിച്ചിട്ടുള്ളത്. ഇതിൽ ബി കയറ്റുമതി ഇനത്തിൽപ്പെട്ട 5 കഷ്ണങ്ങളുണ്ട്. 7 മീറ്ററിൽ കൂടുതൽ നീളവും 185 സെന്റിമീറ്റർ വണ്ണവുമുള്ള ഈ തേക്ക് തടികൾക്ക് പൊന്നും വിലയാണ് വനം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ഘനമീറ്ററിന് 4 ലക്ഷം രൂപ വരെ പ്രതീക്ഷിക്കുന്നു. കൂടാതെ വിലയുടെ 26.5% നികുതിയും ലഭിക്കും. ഘനമീറ്ററിന് 3 ലക്ഷം രൂപ പ്രതീക്ഷിക്കുന്ന 21 ഘനമീറ്റർ തേക്ക് തടികളും ലേലത്തിലുണ്ട്. ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് 95 വർഷം പഴക്കമുള്ള നിലമ്പൂർ തേക്കുകളുടെ വൻ ശേഖരണം ലേലത്തിൽ വെക്കുന്നത്. 10 കോടി രൂപയോളം 318 ഘനമീറ്റർ തേക്ക് തടികളിൽ നിന്ന് സർക്കാർ ഖജനാവിലേക്ക് എത്തും. MSTC ഇ-കൊമേഴ്സ് എന്ന വെബ്സൈറ്റിലൂടെ ജനുവരി 30, ഫെബ്രുവരി 3 എന്നീ തീയതികളിൽ ഈ ലേലം വഴിയാണ് വിൽപ്പന. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.